ഹായ് ഫ്രണ്ട്സ്, ഈ കാണുന്നത് എന്താണെന്നറിയോ? ഇതാണ് കുക്കു ക്ലോക്ക്. ജർമ്മനിയിലെ പേര് കേട്ട കുക്കു ക്ലോക്ക്. നമ്മളിത് പണ്ടത്തെ ഇങ്ങനെ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ രണ്ട് കിളി വന്ന് പുറത്ത് ഇങ്ങനെ ഡോറ് തുറന്നിട്ട് രണ്ട് പക്ഷികൾ വന്നിങ്ങനെ ചിലയ്ക്കുന്നത്. അതാണ് കുക്കു ക്ലോക്ക്. അത് ജർമ്മനിയുടെ പ്രോഡക്റ്റാണ്. പിന്നെ നോക്കിയേ, ഈ കാണുന്നതൊക്കെ ഇറ്റലിയിലുണ്ട് കേട്ടോ. ഇത് കുറേ തടി കൊണ്ടുണ്ടാക്കിയ കുറച്ച് ഉൽപ്പന്നങ്ങളാണ്. നല്ല രസമുണ്ട് കേട്ടോ. ആ ഷോപ്പിൽ കയറിയാൽ ചെറിയ ചെറിയ ഗിഫ്റ്റ് ഐറ്റംസ് നമ്മൾ ഈ ഷെൽഫിൽ ഷോക്കേസിൽ സൂക്ഷിക്കാനുള്ള പേപ്പർ വെയിറ്റ് ഉണ്ടോ, ഡിഫറെൻറ്റ് കളേഴ്സ്. എന്ത് രസമെന്ന് നോക്കി, എന്തൊരു ഭംഗിയാണ് കേട്ടോ. ഞാൻ അതിൻ്റെ പുറകിലുണ്ട് കേട്ടോ, വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുക. അപ്പോൾ കണ്ടല്ലോ, എന്ത് രസമാണെന്ന് നോക്കി, എന്ത് കളർഫുള്ളാണ്. പിന്നെ അവിടുത്തെ കപ്പ് നമ്മളെ മഗ്. പിന്നെ ഇവിടെ എന്ത് തടിയുടെ തന്നെ കുറച്ച് കാര്യങ്ങളാണത്. പിന്നെ ഇവിടെ കുറേ ബുദ്ധൻ്റെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. നോക്കിയേ, എനിക്കിങ്ങനെ എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു ഷെൽഫുണ്ട് കേട്ടോ. കൂടുതലൊന്നുമില്ല, പക്ഷെ കുറച്ച് സാധനങ്ങൾ ഞാൻ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എനിക്കിങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വന്ന് സൂക്ഷിച്ച് വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് കളക്ട് ചെയ്യാൻ, നമുക്ക് എവിടെയെങ്കിലും പോയാൽ എന്തെങ്കിലുമൊക്കെ മേടിച്ച് വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നിങ്ങൾക്കും അങ്ങനെ ഉണ്ടാവുമായിരിക്കുമല്ലേ? അപ്പോൾ എനിക്കത് എവിടെ പോയാലും എന്തെങ്കിലും ഒന്ന് വാങ്ങണം എന്നുണ്ട്. അത് എൻ്റെ ഒരു ചെറിയൊരു ഷെൽഫുണ്ട് കേട്ടോ, അവിടെ കൊണ്ടിങ്ങനെ സൂക്ഷിച്ച് വയ്ക്കും. അങ്ങനെ കുറച്ച് സാധനങ്ങളായി കേട്ടോ എൻ്റെ ഷെൽഫിൽ. പിന്നെ ഇവിടുന്ന് ഞാനൊരു കുക്കു ക്ലോക്ക് മേടിച്ചു കേട്ടോ. ചെറുതാണ് അത്. നമ്മൾ കിളിയുടെ രൂപം മാത്രമേ ഉള്ളൂ. കിളി പുറത്തു വന്ന് വിളിക്കത്തൊന്നുമില്ല, കാരണം വലുതല്ല, ചെറുതാണ്. ഒരു ഡെമോ പോലെ. വലുതിന് ഒരു നാട്ടിലെ ഒരു 60 യൂറോ, നാട്ടിലെ ഒരു 6000 രൂപയൊക്കെ കൊടുത്താൽ ഇച്ചിരി ഒന്ന് വലുതായിട്ടുള്ളത് കിട്ടും. പിന്നെ ഒരു 100 യൂറോ 150 യൂറോ ഒക്കെ കൊടുത്ത വലുത് കിട്ടും. ഇത് കണ്ടോ, ബുദ്ധൻ്റെ കളക്ഷൻസാണ്. ദൂരം ബുദ്ധൻസ് എന്നറിയോ ഉള്ളത്. നോക്കിയേ, പല മോഡൽ കളർ ബുദ്ധനാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. എന്ത് രസമായിട്ടിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ശ്രീബുദ്ധനെ. എൻ്റെ ബുദ്ധൻ്റെയും കുറച്ച് കളക്ഷൻസ് ഉണ്ട്. പിന്നെ എൻ്റെ പെയിൻറ്റിങ്സൊക്കെ കൂടുതലും ഞാൻ ഏറെക്കുറെ വരച്ചിരിക്കുന്നത് ശ്രീബുദ്ധനെയാണ്.